റമദാൻ മാസം ആയതുകൊണ്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നേരത്തെ പോകണം. ശരിക്കും എനിക്ക് 7 മണിക്ക് ഇറങ്ങിയാൽ കറക്റ്റ് 8 മണിക്ക് മുമ്പായിട്ട് അവിടെ എത്താൻ കഴിയും. 8 മണിക്കാണ് പഞ്ചിങ്. കോഴിക്കോട് നല്ല ബ്ലോക്കാന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ ഞാനിവിടെ മെഡിക്കൽ കോളേജിൽ ഇറങ്ങി. പിന്നെ ഹോസ്പിറ്റലിലെത്തി. പിന്നെ ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി പൊറോട്ടയും വെജ് കുറുമയും ചായയും കഴിച്ച് നേരെ ഡ്യൂട്ടിക്ക് കയറി. അവിടുത്തെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ അനുമതി ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ പിറ്റേന്ന് മോർണിംഗ് ആയപ്പം നേരെ വിട്ടു. വീട്ടിലേക്കുള്ള പോക്കാണ് ഇത്. പക്ഷേ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എനിക്ക് നമ്മുടെ ഇവിടെ ഉള്ള ഉപ്പാൻ്റെ കടയിൽ നിന്ന് ഒരു ചായയും പത്തിരിയും അത് മസ്റ്റാണ്. ഞാനവിടെ ചെല്ലുമ്പോഴേക്കും അമ്മ മാറ്റി ഇറങ്ങുന്നുണ്ട്. അമ്മ പോകുന്നത് മില്ലിലേക്കാണ് കേട്ടോ. ഞങ്ങളെ നാട്ടിലല്ല, അപ്പുറത്തെ പെരിയങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളെ നാട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചോ അല്ലെങ്കിൽ ബസ്സിലോ എങ്ങനെ വേണേലും അമ്മേൻ്റെ കടയിലേക്ക് പോവാം കേട്ടോ. പിന്നെ അപ്പോഴേക്കും സച്ചു ഇറങ്ങി. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കെന്തായിരുന്നു പരിപാടി എന്നല്ലേ. ഞാനവിടെ ഇരിക്കുകയായിരുന്നു. ആരെയും തൊടാനൊന്നും പോകാൻ പറ്റില്ലല്ലോ. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാണ്ടായിരുന്നു, എൻ്റെ യൂണിഫോമും മറ്റും. ഇതാണ് കേട്ടോ ഞങ്ങൾ അലക്കുകല്ല്. ഇവിടെ വെള്ളം പഞ്ചായത്തിൻ്റെ വെള്ളം തന്നെ എടുക്കുന്നത് ഞങ്ങൾ അലക്കാൻ. പിന്നെ അവിടെ കൂട്ടിയിട്ട കല്ലതാ എൻ്റെ വീട് പണിക്കുള്ള കല്ലാണ് കേട്ടോ അത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡടി. പുട്ടാണ് അമ്മ ഉണ്ടാക്കിയത്. ഞാൻ വരുമ്പോഴേക്ക് എല്ലാ പരിപാടിയും അമ്മ തീർത്തിച്ചുണ്ടേ. എനിക്ക് ആ കലക്കാനേ ഉണ്ടാവുള്ളൂ. മീനിൻ്റെ ബാക്കിയൊക്കെ ആരാ കൊണ്ടുപോയിക്കുന്നത്. വാവ് ചക്ക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വീട്ടിലെത്തിയാൽ പിന്നെ ഒരാഴ്ചയിലേക്കൊക്കെ അതായിരിക്കും. പിന്നെ ഇതെന്താ, ഇത് മീൻകറി ഉണ്ട്. പിന്നെ പുട്ടിന് ചെറുപയറുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ പറയും വെന്താലൂന്ന്. യെസ്, ദാറ്റ്സ് വെന്താലൂ. പുട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. പുട്ട് കഴിച്ചാൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ ചക്കയും മീൻകറിയിലൊരു മീനും ചായയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ചായക്ക് അത്ര ചൂടില്ല, കാരണം അമ്മ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതല്ലേ. ഞാൻ ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ കൂടെ മുളക് മാക്സിമം ഉൾപ്പെടുത്തു കേട്ടോ ഈ ചക്കയുടെ കൂടെ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ചക്ക ഞങ്ങളെ വീട്ടിൽ തന്നെയാണ്, ഇന്നലെ അച്ഛൻ പറിച്ചതാണ്. പിന്നെ ഫുഡ് അടിച്ചു. ഒരു 11 മണി എങ്ങാണ്ടായിട്ടുണ്ടാവും. നേരെ ദേ വീഴുന്നു കട്ടിലേക്ക്. പിന്നെ എണീക്കുമ്പോൾ 3 മണി ആയിട്ടുണ്ട്. പിന്നെ ചോറ്, അതും ഇച്ചിരി കഴിക്കാൻ കഴിയുള്ളൂ, കാരണം ഉറങ്ങി എണീറ്റ് വന്നതല്ലേ. ഞാൻ ചോറ്റും പാത്രമായിട്ട് മുമ്പിലിരിക്കുന്നത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. കോഴിക്കൾ മൊത്തം ഉണ്ട്. ഞാൻ എണീക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇത് കാണിക്കാൻ മറന്നു കേട്ടോ. ഇത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അവിടെ, നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു. കേരളം ഒട്ടാകെ ഉണ്ടായിരുന്നു. ഒരുവിധം സ്ഥലം ഒന്നായിട്ട് മഴ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് ന്യൂസിലുള്ളത്. എന്തായാലും ഡ്രസ്സ് വേഗം ഞാൻ എടുത്തു വെച്ചു, കാരണം ഞാൻ കഷ്ടപ്പെട്ട് അലക്കിയതാണേ. കണ്ടോ, ഇവിടെ മൊത്തം നല്ല കാറ്റുണ്ടായിരുന്നു. ഫുള്ള് ചമല വീണിട്ടുണ്ടായിരുന്നു, ഇലകളൊക്കെ ഇഷ്ടം പോലെ. മഴ കാരണം തട്ടുംപുറത്ത് കയറിയ ആൾക്കാരാട്ടോ ഇത്. വെട്ടി ഉണക്കാൻ വെച്ചതാണ് വെളിച്ചെണ്ണയ്ക്ക്. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. എൻ്റെ മോനുണ്ടായിരുന്നു. പിന്നെ ഒരു 6 മണി പതിവ് പോലെ നൈറ്റ് ഡ്യൂട്ടി. അപ്പോൾ ശരി.